സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ബോഡി. നമ്പർക്കറിയോ, മോൾക്കാണെങ്കിൽ എല്ലാത്തിനും +2 A+ ആയിരുന്നു. അതിനെ എങ്ങനെ മുമ്പോട്ട് പഠിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആ മനുഷ്യനാണെങ്കിൽ ജോലി ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയാം. എല്ലാ ദിവസവും ജോലിയുണ്ട്, ജോലിക്ക് പോകത്തില്ല. സഹായിക്കാൻ ആളുണ്ട്. ആരോഗ്യത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ മുമ്പോട്ട് പഠിപ്പിക്കും? ഒറ്റ മനുഷ്യരോടൊന്ന് പറയാൻ പറ്റൂ? ആ കൊച്ചിന്റെ പഠിത്തം പോലും നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. അയ്യോ, ഇതിന്റെ പേരിൽ കൊച്ചിന്റെ പഠിത്തം നിർത്തണ എന്തിനാ? അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ഇവിടെ പൊതുപ്രവർത്തകരോടൊന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ ഇതേ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ആണോ? ആ, അതിനകത്ത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സർവകലാശാലകളില് ബിരുദാനന്തര ബിരുദവും അതിന്റെ മുകളിലൊക്കെ ഉള്ള കോഴ്സുകൾ അവര് പഠിപ്പിക്കാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതെങ്ങാണ്ട് അറിയോ? 25 ലക്ഷം രൂപ വരെ ധനസഹായം ഉണ്ട്. എന്റെ മോക്കതൊക്കെ കിട്ടുവോ? പിന്നെന്താ, നമുക്ക് നോക്കാലോ. ആണോ? അവൾക്കാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗിന് പോണോന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. നേഴ്സിംഗിന് പൊക്കോട്ടെ, നേഴ്സിംഗ് പുറത്തു പോയി പഠിച്ചോട്ടെ. ഇപ്പൊ 1000-ഓളം പിള്ളേര് പുറം രാജ്യങ്ങളിലൊക്കെ ഈ പദ്ധതിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് പഠിച്ചിറങ്ങിയ ആദ്യത്തെ ബാച്ച് ഉണ്ടല്ലോ, അവർക്ക് ഇപ്പൊ പല രാജ്യങ്ങളിൽ ജോലി വരെ ആയി. അത് ശരി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പോ ഉടനെ കൊച്ചിന്റെ പഠിത്തം നിർത്തുവാണോ വേണ്ടത്? ഞാൻ എന്റെ പ്രയാസം കൊണ്ട് അങ്ങ് പറഞ്ഞതാ. ആണ്ടെ, പാപ്പൻ ചേട്ടൻ വരുന്നുണ്ടേ. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് അതിനെ കുറിച്ചൊന്നും ഇനി പറയാനില്ല. അതൊന്നുമല്ല, പാപ്പൻ ചേട്ടൻ എന്താ പറയണെന്ന് കേക്കട്ടെ. എടുത്ത് ചാടരുതെന്നാ പറഞ്ഞ. വാ വാ. സെലീന കുറച്ചേരായി വന്നിരിക്കുന്നു. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് ആൾക്ക്. എന്ത് സെലീനയുടെ അഭിപ്രായം എന്താന്നങ്ങ് പറ. കള്ളു കുടിച്ചിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പൊ, അല്ലേ? നിർത്തിയോ? എല്ലാം നിർത്തി, ഒന്നും വേണ്ട. സെലീന പറ, സെലീനയുടെ കള്ളുടിയൊക്കെ നിർത്തി. എനിക്കിനി തീരുമാനം ഒന്നേ ഉള്ളൂ. എനിക്ക് ഇയാളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ബന്ധം വേർപെടുത്തി കിട്ടിയേ പറ്റും. പാപ്പൻ എന്താ പറയണ? എനിക്ക് എന്റെ ഭാര്യ മക്കളെ വേണം. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. ഇല്ല, അത് ശരിയാവത്തില്ല. എനിക്കറിയാം. ആരെ ആലോചിച്ചിട്ടെങ്കിലും അതൊക്കെ ഓർത്തിട്ടല്ലേ ഇത്രയും നാളും ഒക്കെ പോയത്. ഇനി അത് പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റും. അയ്യോ, അത് പറ്റൂല. എനിക്കിനി ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എന്താ ചെയ്യണ്ടേന്ന് പാപ്പൻ ചേട്ടൻ തന്നെ പറ. ശരി, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കണില്ല. ചാടാൻ പോവാന്ന് തോന്നുന്നു. പോകാണ്ടില്ലേ? പാപ്പി, എന്തോ ഈ കാണിക്കുന്നേ? ചാടല്ലേ, എന്നെ വെറുതെ വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് വാ. എനിക്ക് ജീവിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം എന്തോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ പ്രശ്നം ഇപ്പൊ കണ്ടിച്ചാറിലോടുകൂടി തീരും. വാ, എന്റെ പൊന്നു പാപ്പിച്ച, എന്നെ ഇറങ്ങി വാ. പറയുന്ന കേക്ക്. വാ, ഇറങ്ങ്. നമ്മള് കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട്. നമുക്ക് പോവാം. വാ പാപ്പിച്ച, നമുക്ക് പോവാന്ന്. ശരി, ഇന്നിപ്പം പരിചയമുള്ളൊരു വക്കീലുണ്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. വിളിക്കിട്ട് അതൊന്നും വേണ്ട. വേണ്ട? എന്തോ? അല്ല, ഇനിയിപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട.
എന്നാ പിന്നെ ഇത്രയും സാധനങ്ങൾ തല്ലിപ്പൊളിച്ചതല്ലേ, കനകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെറ്റീഷൻ എടുക്കാം, ഒരു കേസ് കൊടുക്കാം. അയ്യോ ആ അത് വേണ്ടി വരും. വേണ്ട. സാധനങ്ങൾ ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് ആര് കണ്ട്? ഇല്ല ആവർത്തിക്കോ? ഇല്ല ഞാൻ എന്നാ പിന്നെ തലേത്തോട്ട് സത്യം ചെയ്. സത്യം ചെയ്. സത്യമായിട്ട് ഞാൻ ചെയ്യൂല ഇനി. എന്റെ പാപ്പച്ചൻ ചേട്ടാ, ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ നിങ്ങൾക്ക് എന്തിനാ കള്ളും ലഹരിയും? പാവം അവര് കിടന്ന് വിഷമിച്ചത് കണ്ടോ നിങ്ങൾ ചാവാൻ തുടങ്ങിയപ്പോ? രണ്ടുപേരും സന്തോഷായിട്ട് പോവാൻ നോക്ക്. പോവാം. വാ. ശരി.